സംസ്ഥാനത്ത് അതിതീവ്രമായ ചൂട് തുടരുകയാണ്. 4 ജില്ലകളിൽ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും തുടരുകയാണ്. പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെയ് 4 വരെ കേരളത്തിൽ ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് ചൂടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ മുന്നറിയിപ്പ് വിവരങ്ങൾ? അജിംഷാ, സംസ്ഥാനത്ത് ചൂട് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഉയർന്ന താപനില പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലക്കാട് തന്നെയാണ് ഇപ്പോഴും ഉയർന്ന താപനില നിലനിൽക്കുന്നത്. 41 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് റിപ്പോർട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റ് 3 ജില്ലകളിൽ കൂടെ വലിയ ഒരു താപനില ഉയരുന്ന സാഹചര്യമുണ്ട്. ആലപ്പുഴ, കോഴിക്കോട് അടക്കമുള്ള ജില്ലകൾക്കാണ് ഉയർന്ന താപനില മുന്നറിയിപ്പുള്ളത്. അങ്ങനെ 4 ജില്ലകൾക്കാണ് ഉഷ്ണ തരംഗത്തിന്റെ സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് ഓറഞ്ച് അലേർട്ടും മറ്റ് 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ തുടരുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ചെറിയ തോതിലുള്ള മഴ പലയിടത്തും ഒറ്റപ്പെട്ട രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ചൂടിനെ ശമിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല. അതുകൊണ്ട് അതും വലിയൊരു തിരിച്ചടിയാണ്. മെയ് 4 വരെ കനത്ത ചൂട് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും മുന്നറിയിപ്പുള്ളത്. കൊല്ലം അടക്കമുള്ള ജില്ലകളിൽ ഇപ്പോഴും ചൂട് കൂടുതൽ തന്നെയാണ്. എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു. പല രീതിയിലുള്ള മഴ പലയിടത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും ചൂടിന് ശമനം ഉണ്ടായിട്ടില്ല. തിരികെ വരുമ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വീണ്ടും ചൂട് ഉയർന്ന സാഹചര്യം തന്നെയാണ്. ഉയർന്ന താപനില തന്നെ നിലനിൽക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിൽ കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണവും ഒക്കെ തുടരാൻ തന്നെയാണ് നിർദ്ദേശം. അതോടൊപ്പം മറ്റ് നിയന്ത്രണങ്ങൾ കൂടി, അതായത് അതോടൊപ്പം വെയിലത്ത് ഇറങ്ങാതെ സ്വയം സംരക്ഷിക്കേണ്ട ചുമതല എല്ലാവർക്കും ഉണ്ടെന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകുന്നുണ്ട്. ഏതായാലും കടുത്ത ചൂട് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഒരാഴ്ചയോ കൂടി ചെറിയ രീതിയിൽ ഈ കാലാവസ്ഥ തുടരും. ഏതായാലും മെയ് 4 വരെ കനത്ത ചൂടും തന്നെയാണ് സംസ്ഥാനം നിലനിൽക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. അജിംഷാ. ശരി വിഷ്ണു.